ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് സെൻകുമാർ ഉയർത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് BJPക്കെതിരെ. കുറച്ച് നാളുകളായി നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിൻ്റെ ഈഴ വിഭാഗം BJPയുമായി അടുക്കാൻ ശ്രമിക്കുമ്പോഴും BJP എന്തുകൊണ്ടായിരിക്കും ഇത്തരം വിവാദങ്ങളിൽ പോയി വീഴുന്നത്? BJP എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വിവാദത്തിൽ പോയി വീണത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനായില്ല. കാരണം BJP അത് സംബന്ധിച്ച വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം, നമുക്കറിയാം, ഗുരുദേവൻ മാനവരാശിയുടെ പൊതുസ്വത്താണ്. കേവലം മലയാളിയുടെയോ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ കേരളത്തിൻ്റെയോ ഭാരതത്തിൻ്റെയോ മാത്രം സ്വത്തല്ല. അദ്ദേഹം ശരിക്കും മുഴുവൻ മാനവരാശിക്കും അവകാശപ്പെട്ട ഒരു മഹാപ്രതിഭയാണ്, ഒരു ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വിശ്വമാനവികതയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ദർശനം ഒരു സമഗ്രമായ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. അദ്ദേഹം പ്രപഞ്ചത്തെ മുഴുവനും ഒരു കുടുംബമായി കണ്ട് അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സനാതനധർമ്മത്തിൽ ഊന്നിയുള്ള ചിന്തകളായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ മുൻ DGP ശ്രീ സെൻകുമാർ BJPയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാനൊരു കാരണമുണ്ട്. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല. ഗുരുദേവൻ്റെ ജയന്തി ആഘോഷിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തെ ഏൽപ്പിക്കേണ്ടതല്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച സമുദായം, ഈഴവ സമുദായം, അവർക്കാണ് ഗുരുദേവൻ്റെ പുറത്ത് അവകാശം എന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിച്ചു കൊടുക്കില്ല, വകവെച്ചു കൊടുക്കില്ല. ഗുരുദേവനിൽ നിന്ന് നേരിട്ട് സന്യാസം സ്വീകരിച്ച എത്രയോ ഇതര സമുദായക്കാരുണ്ട്, നമ്പൂതിരിമാരുണ്ട്, നായർ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. കേരളം കടന്ന് തമിഴ്നാട്ടിലും സിലോണിലും ഒക്കെ ഗുരുദേവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തിന് ശിഷ്യന്മാരുമുണ്ട്. അദ്ദേഹം കേവലം മലയാള ഭാഷയിൽ കാവ്യങ്ങളും കൃതികളുമൊക്കെ രചിച്ചു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ മലയാളത്തെ ഉപയോഗിച്ചു. ഭാഷ മലയാളമായി പോയി എന്നതുകൊണ്ട് ഗുരുദേവൻ്റെ മഹത്വം ഒന്നും ഈ സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയ്ക്കൊന്നും ഒതുങ്ങിപ്പോവില്ല. അപ്പം അങ്ങനെയുള്ള ഗുരുദേവനെക്കുറിച്ച്, അത്രയും ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ആ മഹാശക്തിയെക്കുറിച്ച് പാടുകയും പറയുകയും ചെയ്ത, അതിനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആ ഗുരുദേവനെക്കുറിച്ച് BJPയുടെ OBC മോർച്ചയല്ല പരിപാടി സംഘടിപ്പിക്കേണ്ടത്. അത് രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ നേതൃത്വത്തിൽ വേണം പരിപാടി സംഘടിപ്പിക്കാൻ. ഈ OBC മോർച്ചയ്ക്ക്, OBC അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആ OBC മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ, അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു മോർച്ച, കേവലം ആ മോർച്ചയുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും ആണോ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷിക്കേണ്ടത്? അല്ല. അവിടെ BJPക്ക് എന്തോ ഒരു പാകപ്പിഴ പറ്റിയിട്ടുണ്ട്. അതിനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് വിമർശനമായിട്ടാണെങ്കിൽ വിമർശനമായിട്ട്, അല്ല തെറ്റ് തിരുത്താനുള്ള ഒരു നടപടിയായിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നതും ചൂണ്ടിക്കാണിച്ചതും വളരെ ശരിയായ കാര്യമാണ്. ഗുരുദേവൻ എല്ലാവരുടെയും പൊതുസ്വത്താണ്. ഗുരുദേവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് OBC മോർച്ചയ്ക്ക് എന്തെങ്കിലും യോഗ്യത കുറവുണ്ട് എന്നല്ല പറയുന്നത്. മറിച്ച് OBC മോർച്ചയിൽ അത് ഒതുക്കിക്കളയരുത്. അത് BJP വലിയൊരു പരിപാടിയായിട്ട് സംഘടിപ്പിക്കേണ്ടതാണ്. ചതയ ദിനാഘോഷം BJPയുടെ നേതൃത്വത്തിൽ ഒരു വലിയ, ഇപ്പോൾ ശിവഗിരിയിൽ ആഘോഷിക്കുന്നുണ്ട്, ചെമ്പഴന്തിയിൽ ആഘോഷിക്കുന്നുണ്ട്, അതൊക്കെയുണ്ട്. നമുക്കറിയാം, SNDP തന്നെ പല സ്ഥലത്തും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു എന്താ പറയേണ്ട, നാട്ടിലുള്ള പല അല്ലാതെയുള്ള സംഘടനകൾ പലരും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP, ഇപ്പം നാളെ കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു പോഷക സംഘടന ഇത് ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? CPM അവരുടെ ഏതെങ്കിലും ഒരു പോഷക സംഘടനയാണ് ഏൽപ്പിക്കുന്നത്, ഗുരുദേവ ജയന്തി നമുക്ക് ആഘോഷിക്കാം, നിങ്ങളത് നേതൃത്വം, അത് ശരിയാണോ? അങ്ങനെ ചെയ്യുന്നതിന് ഒരു മര്യാദയുണ്ടോ? ഇല്ല. അദ്ദേഹം അതാണ് ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ OBC മോർച്ചയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നല്ല. OBC മോർച്ചയുടെ തലത്തിലേക്ക് ഗുരുദേവനെ ചുരുക്കിക്കളയരുത്. OBC മോർച്ചയല്ല,
ഭാരതീയ ജനതാ പാർട്ടി ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം പിന്നോക്ക വിഭാഗം എല്ലാ കാലത്തും CPM-ന് പിന്നിൽ അണിനിരക്കുന്നതാണ്. ഉവ്വ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു മാറ്റം ഉണ്ടായി. അതിന്റെ തിരിച്ചടി CPM തന്നെ ബോധ്യപ്പെട്ട് അവർ തന്നെ തെറ്റുതിരുത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് നാം കണ്ടിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതൊരു ചെറിയ വീഴ്ചയല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതൃത്വം അതേക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് ഈ വോട്ട് ശതമാനം പരിശോധിച്ചാൽ തന്നെ അതെ വലിയ വലിയ രീതിയിൽ തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും, തിരുവനന്തപുരം ജില്ലയിലും പ്രത്യേകിച്ചും ആലപ്പുഴയിലും വലിയ രീതിയിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. കൊല്ലത്ത് കിട്ടിയിട്ടുണ്ട്, അതുപോലെ കൊട്ടാരക്കരയിൽ കിട്ടിയിട്ടുണ്ട്, കോട്ടയത്ത് കിട്ടിയിട്ടുണ്ട്, പത്തനംതിട്ടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഗൗരവം, ഗുരുദേവ ജയന്തി എല്ലാവരും ആഘോഷിക്കുന്നു, നമുക്കും ആഘോഷിക്കാം, അതല്ല. ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പോഴും കേരളത്തിൻ്റെ ദൈനംദിന ജീവിതത്തെ എന്താ പറയുക, അതിൻ്റെ സ്പന്ദനങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന, അതിൽ നിറഞ്ഞ് തുളുമ്പുന്ന ഒരു ചൈതന്യമായി നിലകൊള്ളുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ അതിന് അർഹിക്കുന്ന ഗൗരവം, അർഹിക്കുന്ന പ്രാധാന്യം, അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആഘോഷിക്കാനുള്ള അധികാരമുണ്ട്, അവർക്ക് അവകാശമുണ്ട്. അതൊന്നും ആരും കവർന്നെടുത്തിട്ടില്ല. ഗുരുദേവൻ എല്ലാവരുടെയും സ്വത്താണ്. അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സമുദായത്തിൻ്റെയോ മാത്രം സ്വത്തല്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ ആഴത്തിൽ കേരളത്തിൻ്റെ പാരമ്പര്യത്തിൽ, കേരളത്തിൻ്റെ സംസ്കാരത്തിൽ, സനാതന ധർമ്മത്തിലൊക്കെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അത് കേവലം ഒരു വ്യക്തിയല്ല, ഒരു അവതാര പുരുഷനാണ്. ആ അവതാര പുരുഷനെ നമ്മൾ ആ ബഹുമാനത്തോടുകൂടി, ആ ആദരവോടുകൂടി വേണം അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹത്തിൻ്റേതായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ. കേവലം ഒരു ആഘോഷമല്ല, ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ജീവിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒക്കെ ജയന്തിയോ അല്ലെങ്കിൽ ജന്മദിനമോ ഒക്കെ ആഘോഷിക്കുന്നത് പോലെ അല്ല. കേരളത്തെ സമഗ്രമായി സ്പർശിക്കുന്ന വിധത്തിൽ ഉടച്ചു വാർത്ത ഒരു മഹാപുരുഷനാണ് അദ്ദേഹം, ഒരു മഹാഋഷി വര്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെയും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെയും ഒക്കെ നമ്മൾ വെറും സാമൂഹിക പരിഷ്കർത്താക്കളായിട്ട് വില കുറച്ച് കാണരുത്. അതിനപ്പുറത്തേക്ക് അവരെ കാണണം, അവരെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അവരുടെ വാക്കുകൾ, അവരുടെ സന്ദേശങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും വഴികാട്ടിയായിരിക്കണം. ആ അർത്ഥത്തിൽ വേണം ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ കാണാനും ആദരിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പേരിലുള്ള ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ. അല്ലാതെ അത് കേവലം ഏതെങ്കിലും പാർട്ടിയുടെ ഒരു പോഷക വിഭാഗത്തെ ഏൽപ്പിച്ച് നിങ്ങൾ സംഘടിപ്പിച്ചോ, ആ സമയമാകുമ്പോൾ ഞാൻ വന്നോളാം, പങ്കെടുക്കാം എന്നൊക്കെ മുതിർന്ന നേതാക്കൾ പറഞ്ഞാൽ അതൊരു സത്യത്തിൽ അതിനകത്തൊരു എന്താ പറയുക, ബഹുമാനക്കുറവ് ഉണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അത്രയേറെ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അത് നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ കൂടുമ്പോൾ സംഭവിക്കുന്ന എന്താ പറയുക, മണ്ണിൽ ഉണ്ടാകുന്ന ചില ജന്മങ്ങളാണ്, ജന്മമെടുക്കുന്ന ചില മഹാസത്യങ്ങളാണ്. അപ്പം അതിനെയൊക്കെ അർഹിക്കുന്ന ആ ഗൗരവത്തോടുകൂടി, ആ ആദരവോടുകൂടി സമീപിക്കുകയും അതിൻ്റെ ഭാഗമാകുകയും വേണം ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാതെ വരുന്നത് തെറ്റാണ്, അതൊരു വലിയ ഗുരുനിന്ദയാണ്. കേവലം ഞാൻ ഈ ശ്രീനാരായണ ഗുരു എന്ന പേരിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, മറിച്ച് നമ്മുടെ പാരമ്പര്യത്തോടും ചരിത്രത്തോടും നമ്മുടെ സംസ്കാരത്തോടും ഒക്കെ ചെയ്യുന്ന ഒരു അനീതി കൂടിയാണത്. അത് ശ്രീ മുൻ DGP ശ്രീ സെൻകുമാർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതിനെ ആ അർത്ഥത്തിൽ വേണം ഉൾക്കൊള്ളാൻ. തീർച്ചയായിട്ടും BJP ആ പാകപ്പിഴ തിരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.